നമുക്ക് സ്വാഗതം പറയുമല്ലോ അധ്യാപകൻ. അപ്പോൾ സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ഇന്നിവിടെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മൂസക്കായിയാണ്. അവിടെയും വിനോദ് ഗൗരില്ല. അത് കേൾക്കുമ്പോഴേ കുട്ടികൾക്കും സന്തോഷമാണ്, കുട്ടികൾ കൈയടിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രം ശരിക്കും കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോലെയാണ് ഞാനും സുരഭിയും. ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ സ്ഥാനം പിടിച്ചൊരു ക്യാരക്ടറായിരുന്നു. എനിക്കറിയാവുന്ന, ഞാൻ കൗൺസിലിംഗ് കൊടുത്ത എല്ലാ ഹോമോസെക്സ് വർക്കേഴ്സിനെയും ഞാൻ ഈ നാടകം കാണാൻ ക്ഷണിച്ചു. അതുവരെ അവരോട് പറഞ്ഞില്ല, ഇന്ന് എൻ്റെ ഒരു നാടകമുണ്ട്, നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നാടകം കണ്ടപ്പോൾ ഇവർ തകർന്നു പോയി. ഇവരെൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, സാറേ ഇങ്ങനെ ഞങ്ങളായത്, സാറ് ഞങ്ങൾ അത്രയും അബ്സോർബ് ചെയ്തിട്ടുണ്ടല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് കെട്ടിപ്പിടിച്ച്. ആ നാടകം കണ്ട് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയൊരു നാടകമായിരുന്നു. അന്ന് ബെസ്റ്റ് ആക്ടറായിട്ട് എനിക്ക് അവാർഡ് കിട്ടി ആ നാടകത്തിൽ. വഴിയെ പോകണ വഴിയാത്രക്കാരേ, വഴിയെ പോകണ വഴിയാത്രക്കാരേ, എൻ്റെ ലപ്പനെയും കൊച്ചുട്ടൻ്റെ അപ്പനെ നിങ്ങൾ കാണാറുണ്ടോ? ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്നും കണ്ടു, മിനിഞ്ഞാന്ന് കാലത്തും കണ്ടു, കച്ചേരി കാവിൽ നിന്ന് മുടിയാട്ടിക്കളിക്കേണ്. ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക ഒരു താളത്തിൽ ഈ സ്ത്രീകൾ മുഴുവൻ ഈ പെണ്ണിൻ്റെ താരാട്ടുപാടി ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു നാടകം. കോഴിക്കോട് ടൗൺ ഹാളിലെ ആളുകളിങ്ങനെ മിഴിച്ചിരുന്ന നാടകമാണ് അതൊക്കെ. അതിൽ അഭിനയിച്ച പല വേശ്യാ സ്ത്രീകളും ഇന്നില്ല. അവരൊക്കെ പലരും എഴുത്തു വന്ന് മരിച്ചു പോയിട്ടുണ്ട്. തറുതിത്തിന്നം തെയ്യണ്ണം തറുതിന്തിന്നം താരോ, തറുതിത്തിന്നം തെയ്യണ്ണം തറുതിന്തിന്നം താരോ. ആ കോവിലകത്തൊരു കോഴി, തന്തയില്ല ആ കോഴി, ആ തന്തയില്ല ആ കോഴിക്ക് രാവറയാൻ മേല. തറുതിത്തിന്നം തെയ്യണ്ണം തറുതിന്തിന്നം താരോ, തറുതിത്തിന്നം തെയ്യണ്ണം തറുതിന്തിന്നം താരോ. മമ്മൂക്കൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ ഷോർട്ട് ഫിലിമും ചെയ്ത് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയും. വാട്സപ്പ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടും ഞാൻ നേരിട്ട് മമ്മൂക്കയെ കൊണ്ടിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് വലിയ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മമ്മൂക്ക എന്നോട് പറഞ്ഞു, ഇനി നീ നിർത്തിക്കോ, ഇനി ഷോർട്ട് ഫിലിം ചെയ്യണ്ട, ഇനി സിനിമ ചെയ്യും. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഇനി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ട വിനോദ് കോവൂരാണ്. നമസ്കാരം. നമസ്കാരം. സാധാരണ ഇതിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആ വ്യക്തിയെ പറ്റി ഇങ്ങനെ എഴുതാൻ തുടങ്ങും, ഇങ്ങനെ ഒരു കുറിപ്പ് ചെറുതായിട്ട് കയ്യിൽ വയ്ക്കാനായിട്ട്. അപ്പം ഇത് നാടകം, മിമിക്രി, സിനിമ, മോണാക്ട് പരിശീലനം, എഴുത്ത്, മോട്ടിവേഷൻ, ഇത് നിൽക്കുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത്. അപ്പോൾ ശരിക്കും ഇതിലെ പോയിന്റ് ഏതാണ്? ഇതിലെ ഇത്രയും കാര്യങ്ങളുണ്ട്, ഏതാണ് ഇതിൻ്റെ ഒരു നട്ടല്? പോയിന്റ് കലാകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ. കലാകാരനാണ് പോയിന്റ്. കലയിൽ നിന്നുണ്ടായതാണ് ബാക്കിയുള്ളതൊക്കെ. അതിപ്പം കലാകാരനാകുമ്പം അഭിനയിക്കും, പാടും, എഴുതും, തമാശ പറയും, അപ്പം കലാകാരനാണ്. ഇത് സിനിമ എന്ന് പറഞ്ഞ ഒരു മഹാനദിയിലേക്കുള്ള ഒരു ഒഴുക്കായിരുന്നു അത്. ലക്ഷ്യം സിനിമ തന്നെയാണ്. ഏതൊരു കലാകാരൻ്റെ ലക്ഷ്യം സിനിമ തന്നെയാണല്ലോ. അല്ല, അന്ന് ഇതിന്റെ തുടക്കകാലത്തെ മിമിക്രി മോണാക്ട് അന്നും ലക്ഷ്യതായിരുന്നു അല്ലേ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ഡ്രോയിങ് അധ്യാപകൻ ഒരിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോടൊക്കെ, നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ആരാവണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ, ഏറ്റവും മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഞാനൊന്നും ആ ബെഞ്ചിൽ നിന്ന് പഠിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു ഏവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒരു 5ാമത്തെ ബെഞ്ചിലൊക്കെ എൻ്റെ സ്ഥാനം. അപ്പോൾ അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, കളക്ടർ എന്നൊക്കെ പറയാൻ തുടങ്ങി. പുറകിലെ ബെഞ്ച് 5ാമത്തെ ബെഞ്ചിൽ നടുവിലിരുന്നിട്ട് എൻ്റെ ഹൃദയം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് പറയും? ഈ പറഞ്ഞതൊന്നും ഞാൻ ആവില്ലെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴും പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ, പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്സിലൊക്കെ തോക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ എങ്ങനെയാണ് ഡോക്ടർ, എഞ്ചിനീയറൊക്കെ ആവണമെന്ന് ഞാൻ ചിന്തിച്ചു. അവസാനം എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ ഹൃദയം പടപടാന്ന് അടിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് വന്നു, എൻ്റെ ഊഴമാണ്. ഞാൻ എണീറ്റ് വന്നപ്പം എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ആകാംക്ഷയോടെ എന്നെ നോക്കുകയാണ്.
കാരണം അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. കാരണം ഒരു കലാകാരൻ പാട്ട് പാടും, മിമിക്രി മോണാക്കിലൊക്കെ കേമനാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ വിനോദം എന്ത് പറയുന്ന അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മൗനം ഭജിച്ചു, കുട്ടികളെ നോക്കി, അധ്യാപകനെ നോക്കി. അപ്പോഴും കൺഫ്യൂഷൻ എന്ത് പറയണമെന്നുള്ളത്. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് നടനാവണമെന്ന് പറഞ്ഞു. നടന്ന പറഞ്ഞുള്ളൂ, സിനിമ നടന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നടനാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നടനാണെന്ന് പറയലും ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ഒരു പരിഹാസ ചിരിയാണ് ചിരിച്ചത്. പരിഹാസ ചിരി അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. ഏതാ ക്ലാസ് ആയിരുന്നു? എത്ര? 6th സ്റ്റാൻഡേർഡ്. അപ്പം ഭയങ്കര വിഷമമുണ്ടാക്കി. ഞാനതിങ്ങനെ എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് അധ്യാപകൻ ചുരുൾ കൊണ്ട് 2 അടി മേശപ്പുറത്ത് സൈലൻസ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അപ്പോഴും കുട്ടികളൊക്കെ വിചാരിച്ചു ഇപ്പം എനിക്ക് കിട്ടും, തല്ല് കിട്ടും. ഞാൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. എനിക്കും പറഞ്ഞതിന് ശേഷം എനിക്കും തോന്നി ഡോക്ടർ എഞ്ചിനീയറെ പോലൊരു പ്രൊഫഷണല്ല, പറയാൻ പാടില്ലായിരുന്നു, നടന്നു പറഞ്ഞൊരു പണിയല്ല എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. പക്ഷേ എനിക്കത് പറയാനേ തോന്നിയില്ല അന്നും എൻ്റെ മനസ്സിൽ. കാരണം ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രശസ്തമായ 4 നാടകങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അച്യുതമേനോനിൽ നിന്ന് മികച്ച ബാലനടനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഞാൻ, അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോനിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നടനാവണമെന്ന്. ഈ അധ്യാപകൻ നടന്നിങ്ങോട്ട് വന്നിട്ട് അദ്ദേഹം എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ നെറുകയിൽ ഉമ്മ വന്നു. വെരി ഗുഡ് വിനോദ്, ഒരാളെങ്കിലും വ്യത്യസ്തമായൊരു ആഗ്രഹം പറഞ്ഞല്ലോ എന്നിട്ട് പറഞ്ഞു. ഇത് പറയലും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ എനിക്ക് വേണ്ടി കൈയടിച്ചു. ആ കൈയടി കിട്ടിയപ്പം എനിക്കുണ്ടായൊരു ഊർജ്ജമുണ്ട്. ഒരാൾക്കും ഭാവിയിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആർക്കും കൈയടി കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമാണ് കൈയടി കിട്ടിയത്. ഞാൻ വളരെ ആത്മസംതൃപ്തിയോടെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെയും ബാക്കിയുള്ള കുട്ടികൾ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ എന്നൊക്കെ പറഞ്ഞു പോയി. വർഷത്രയും കഴിഞ്ഞു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഞാനിന്ന് നടനാണ്. ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത് അഭിനയിച്ചിട്ടാണ്. പക്ഷെ എൻ്റെ കൂടെ പഠിച്ച പലരും വാക്ക് പാലിച്ചിട്ടില്ല. ഡോക്ടറായിട്ടില്ല, എനിക്കറിയാം. ഡോക്ടറായിട്ടില്ല, വക്കീലാന്നവർ വക്കീലായിട്ടില്ല, കലക്ടറാന്നവർ കലക്ടറായിട്ടില്ല. പക്ഷെ അവർക്കൊക്കെ ജോലിയുണ്ട്, എല്ലാവരും ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചത് വളരെ ചുരുക്കം ആളുകളാണ്. അതിലൊരാൾ ഞാനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ നാടകത്തിൽ തുടങ്ങി, പിന്നെ അത് മിമിക്രിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. നാടകം തുടങ്ങി നാടകത്തിലൂടെ ഒരുപാട് നാടകങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും കോഴിക്കോട് കേരളോത്സവ നാടക മത്സരം വരും. കോഴിക്കോട് നാടകക്കാരുടെ കേന്ദ്രമാണ്. ഒരുപാട് നാടകം. ഇന്നലെ ഞാൻ കോഴിക്കോട് ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടായിരുന്നു. കോഴിക്കോട് ശാന്തകുമാർ എന്ന് പറഞ്ഞ നാടകം, ശാന്തകുമാരൻ മരിച്ച ദിവസമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചതൊന്നും ഞാനൊന്നും മറക്കില്ല. ഞാൻ കുറച്ചു കാലം HIV AIDS പ്രിവെൻഷൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഈ സ്വവർഗരതിക്കാരിൽ നിന്നാണ് കൂടുതൽ എയ്ഡ്സ് പകരുന്നത് എന്നുള്ളൊരു ഇതൊക്കെ വന്നു. നമ്മൾ സ്വവർഗരതിക്കാരുടെ ഇടയിലായിരുന്നു ഞാനൊക്കെ പറഞ്ഞു, ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും. അപ്പം അങ്ങനെ ഒരുപാട് സ്വവർഗരതിക്കാരുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായി. ഇവരൊക്കെ കൗൺസിലിംഗ് ചെയ്യുക, ഇവർക്ക് ക്ലാസ് കൊടുക്കുക. അപ്പോൾ ഇവർ പലരും തുറന്ന് പറയും എങ്ങനെയാണ് നീ ഇങ്ങനെ ഒരാളായത്. അപ്പോൾ ഇവരിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഈ അനുഭവങ്ങളൊക്കെ ഞാനും എൻ്റെ സുഹൃത്ത് കബീറുണ്ട്, പിന്നെ ഒരു മുരളിയുണ്ട്, ഗണേഷ്, ഞങ്ങൾ ഇതൊക്കെ ഈ ശാന്തേട്ടനായിട്ട് പങ്കുവച്ചു. ശാന്തേട്ടൻ അതൊരു നാടകമാക്കി. ആ നാടകത്തിൽ 2 സ്വവർഗരതിക്കാരാണ്. രമേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനും, ജമാൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കഥാപാത്രം, എൻ്റെ കബീർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ചെയ്തത്. 1/2 മണിക്കൂർ നാടകമുള്ളൂ. ഈ നാടകം കോഴിക്കോട് ഫസ്റ്റ് സ്റ്റേജിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ചെയ്തപ്പം കാണികൾ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. കാരണം ഇങ്ങനൊരു നാടകം അതുവരെ ആരും കണ്ടിട്ടില്ല. സ്റ്റേജിൽ സ്വവർഗരതി നടക്കുകയാണ്. അവരുടെ പ്രണയം, ഈ 2 പുരുഷന്മാരുടെ പ്രണയം ആളുകൾ ഇങ്ങനെ കാണുകയാണ്. കോഴിക്കോട്ടുകാർക്ക് അത് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം കോഴിക്കോട് ഈ ഹോമോസെക്സ് ഒക്കെ കുറച്ച് കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനെന്ത് ചെയ്തു, എനിക്കറിയാവുന്ന, ഞാൻ കൗൺസിലിംഗ് കൊടുത്ത എല്ലാ ഹോമോസെക്സ് വർക്കേഴ്സിനെയും ഞാൻ ഈ നാടകം കാണാൻ ക്ഷണിച്ചു. അതുവരെ അവരോട് പറഞ്ഞില്ല, ഇന്ന് എൻ്റെ ഒരു നാടകമുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നാടകം കണ്ടപ്പോൾ ഇവർ തകർന്നു പോയി. ഇവരെൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, സാറേ ഇങ്ങനെ ഞങ്ങളായത്, സാറ് ഞങ്ങളെ അത്രയും അബ്സോർബ് ചെയ്തിട്ടുണ്ടല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് കെട്ടിപ്പിടിച്ച്. ആ നാടകം
ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയൊരു നാടകമായിരുന്നു. അന്ന് ബെസ്റ്റ് ആക്ടറായിട്ട് എനിക്ക് അവാർഡ് കിട്ടി. ആ നാടകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു നാടകം. പിന്നെ ആ നാടകം സ്റ്റേറ്റ് ലെവലിൽ പോയി, അവിടെയും ഞാൻ ബെസ്റ്റ് ആക്ടറായി. വേറെ 2-3 മത്സരങ്ങളിൽ പോയി, അവിടെയും ബെസ്റ്റ് നാടകമായിട്ട് മാറി. അപ്പോൾ ശാന്തേട്ടൻ്റെ എഴുത്തൊരു ഭീകര എഴുത്താണ് അതിനകത്ത്. അപ്പോൾ ഒരാളും വേശ്യാപുരുഷനും വേശ്യാ സ്ത്രീയുമായിട്ട് ജനിക്കുന്നില്ല, സമൂഹം അവരങ്ങനെ ആക്കുകയാണെന്നുള്ളൊരു സംഭവം. പിന്നെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹിന്ദു മുസ്ലിം സൗഹൃദം ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള പ്രണയമാണോ അത്? ഒരാണും ആണും തമ്മിലുള്ള പ്രണയമാണ്. അത് ശരിക്കും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, ഭയങ്കര നാടകമായിട്ട് മാറി അത്. അതിനുശേഷം ശരിക്കും ആ കാലഘട്ടത്തിൽ അതൊരു വലിയ പിന്നെ വെല്ലുവിളിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് കൊടുമ്പിരി കൊണ്ടെടുക്കുന്ന സമയമാണ്. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ അത് പൊതുവെ ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു. അതേസമയം ഞാൻ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ കൂടെയും ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട്. ഒരുപാട് വേശ്യ സ്ത്രീകൾ, അങ്ങനെ പറയാൻ പാടില്ല, സെക്സ് വർക്കേഴ്സ് എന്നവരെ പറയാൻ പാടുള്ളൂ. അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ആദ്യ അനുഭവങ്ങൾ, എങ്ങനെയാണ് ഇവരിങ്ങനെ ഒരു ഇതിലേക്ക് ആയതെന്ന് ഇവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളും ഞാൻ ശാന്തേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞതിൻ്റെ പേരിൽ ശാന്തേട്ടൻ മറ്റൊരു നാടകം കൂടി ഉണ്ടാക്കി. അതാണ് ഒറ്റ രാത്രിയുടെ കാമുകിമാർ. ആ ടൈറ്റിൽ തന്നെ വലിയൊരു അർത്ഥമല്ലേ ടൈറ്റിൽ. ഒറ്റ രാത്രിയുടെ കാമുകി. ഒരു രാത്രി ഒരു വേശ്യാസ്ത്രീയുടെ കൂടെ ഒരാൾ, ആ ദിവസം അവളൊരു കാമുകിയാണ്. ഭയങ്കര നാടകമായിരുന്നു. അതിൽ അഭിനയിച്ചത് മുഴുവൻ ഈ സെക്സ് വർക്കേഴ്സ്. അവരെ കൊണ്ട് നാടകം ചെയ്യിപ്പിച്ചു ശാന്തേട്ടൻ. അതിൻ്റെ പിന്നണിയിൽ ഞാൻ, അതിലൊരു പാട്ട് പാടാനും ഹമ്മിങ് പാടാനൊക്കെ ഞാൻ ശാന്തേട്ടൻ്റെ കൂടെ, ഞങ്ങളാണ് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചത്. അത് കോഴിക്കോട് ജില്ലയിൽ ഭയങ്കര സംഭവമായിരുന്നു. ഈ റോഡിൽ കൂടെയൊക്കെ നടക്കുന്ന, രാത്രികാലങ്ങളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീകൾ വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യണം. അപ്പം അതിൽ ഈ വേശ്യാസ്ത്രീകളിൽ ഒരു വേശ്യാസ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര മൂഡൗട്ടായി, അവൾ ഛർദ്ദിക്കുന്നു. അപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുമ്പോൾ, നീ ഗർഭിണിയാണോടി, അതെങ്ങനെയാടി നീ ഗർഭിണിയായതെന്നൊക്കെ മറ്റുള്ള സ്ത്രീകൾ ചോദിക്കുമ്പോൾ എനിക്കൊരു കുട്ടിയെ പിറക്കണം തോന്നി. അപ്പം ഞാൻ കോണ്ടം ഉപയോഗിച്ചില്ല, എനിക്ക് അയാളുടെ ഒരു കുട്ടിയെ പോറ്റണം തോന്നി, അങ്ങനെ ഞാൻ ഗർഭിണിയായി. അപ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ, സ്ത്രീകളൊക്കെ, എന്തിൻ്റെ കേടാടി നിനക്ക്, ഇനി നിനക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോടി? വേണ്ട, എനിക്കൊരു കുട്ടിയെ വേണം. അപ്പോഴും ഇവരൊക്കെ ചോദിക്കും, എന്ത് കുട്ടിയാണ് നിനക്ക് വേണ്ടത്, ആൺകുട്ടിയോ പെൺകുട്ടിയോ? അപ്പോൾ അവളിങ്ങനെ കുറച്ച് നേരം ഒരു സൈലൻസ് വരും, എനിക്കൊരു ആൺകുട്ടിയെ വേണം എന്ന് പറയുമ്പോൾ, ഏതോ ഒരാണ് കാരണമല്ലടി നീ ഈ തോതിലായത്, എന്നിട്ട് അവൾക്കൊരു ആൺകുട്ടി വേണത്രേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചീത്ത പറയുന്നൊരു ഭീകര നാടകമായിരുന്നു ഒറ്റ രാത്രിയുടെ കാമുകിമാർ. അല്ല, കുട്ടി പിറക്കണതിന് മുമ്പേ ഈ പെണ്ണിൻ്റെ ഒരു സ്വപ്നമുണ്ട്, ഈ കുട്ടി ഉറക്കാൻ വേണ്ടി പാടുന്ന ഒരു പാട്ടൊക്കെ. ആ പാട്ടൊക്കെ ഞാനാണ് പിന്നണിയിൽ നിന്ന് പാടുക. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ പിണങ്ങല്ലേ കുട്ട, കുട്ടൻ്റെ ലപ്പം വരുമ്പോൾ ചക്കര കൊണ്ടോരും. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ ചിണുങ്ങല്ലേ കുട്ട, കുട്ടൻ്റെ ലപ്പം വരുമ്പം കുഞ്ഞിമുണ്ട് കൊണ്ടോരും. വഴിയെ പോകണ വഴിയാത്രക്കാരേ, വഴിയെ പോകണ വഴിയാത്രക്കാരേ, എൻ്റെ ലപ്പനെയും കൊച്ചുട്ടൻ്റെ അപ്പനെ നിങ്ങളെ കാണാറുണ്ടോ? ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്നും കണ്ടു, മിനിഞ്ഞാന്ന് കാലത്തും കണ്ടു, കച്ചേരി കാവിൽ നിന്ന് മുടിയാട്ടിക്കളിക്കേണ്. ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക ഒരു താളത്തിൽ ഈ സ്ത്രീകൾ മുഴുവൻ ഈ പെണ്ണിൻ്റെ താരാട്ടുപാടി ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു നാടകം. കോഴിക്കോട് ടൗൺ ഹാളിലെ ആളുകളിങ്ങനെ മിഴിച്ചിരുന്ന നാടകമാണ് അതൊക്കെ. അതിൽ അഭിനയിച്ച പല വേശ്യാസ്ത്രീകളും ഇന്നില്ല. അവരൊക്കെ പലരും എയ്ഡ്സ് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത് വലിയൊരു സ്വപ്നമായിരുന്നു. അന്ന് ഈ ശാന്തേട്ടനെ എന്നെയൊക്കെ അവർ കെട്ടിപ്പിടിക്കായിരുന്നു നാടകം കഴിഞ്ഞിട്ട്. അത്ര സന്തോഷമായിരുന്നു. കാരണം അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. ടൗൺ ഹാളിൽ കയറിയിട്ട് ചായ അണിഞ്ഞ് അവരൊരു നാടകം ചെയ്യുന്നത് അവരാരും പ്രതീക്ഷിച്ചില്ല. അത് സംഭവിച്ചപ്പം അവർക്കുണ്ടായൊരു സന്തോഷമുണ്ട്. നമുക്ക് ശരിക്കും ഞാനും ശാന്തേട്ടനൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിനോദൻ്റെ ഈ മിമിക്രി സ്കിറ്റുകളൊക്കെ കാണുമ്പോഴേ സാധാരണ ഒരു മിമിക്രിയുടെ സ്റ്റൈല് അതിനില്ല. അതൊരു നാടകീയതയുണ്ട്, അതിൽ ആക്ടിങ് ആണ്. അതെ, അതെല്ലാം സ്കിറ്റിലും അങ്ങനെ തന്നെ. കഥാപാത്രം അതിനൊരു ടൈമിംഗ് ഉണ്ടായിരിക്കും, അതിനൊരു ലയം ഉണ്ടായിരിക്കും. കാലൻ, കണാരൻ,
ജാലിയൻ കണാരൻ, ബാർബർ ഷോപ്പ്, പിന്നെ ഈ കണാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഫസ്റ്റ് അതെ അതെ വിനോദന്റെ ഐറ്റായിരുന്നു. കണാറിനൊക്കെ ഞാനും ദേവരാജും നിർമ്മലും കൂടിയാണ് ആദ്യം 2 പേരായിട്ട് ചെയ്തു, പിന്നെ അത് 3 പേരായിട്ട് ചെയ്തു. ഒരുപാട് വേദികളിൽ കളിച്ചു. അമൃത ടി വിയിലെ റിയാലിറ്റി ഷോയിലാണ് അത് ഭയങ്കര ഹിറ്റായത്. അങ്ങനെ ആ സ്കിറ്റ് കണ്ടിട്ടാണ് സത്യനന്ദിക്കാട് സാർ എന്നെ വിളിക്കണത്. സത്യനന്ദിക്കാട് സാർ എനിക്ക് പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ നല്ല കഥാപാത്രം, വിക്കൻ ചന്ദ്രൻ എന്ന കഥാപാത്രം, എനിക്കതിലൊരു നായികയുണ്ട്. നമ്മുടെ പണ്ട് ദേശീയ അവാർഡ് കിട്ടിയ ഒരു നായികയായിരുന്നു എൻ്റെ പാർട്ട്ണറായിട്ട്. മറക്കൂല ഞാൻ ആ സിനിമ. അത്ര നല്ലൊരു കഥാപാത്രം. അതുമാത്രമല്ല, ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലെല്ലാം ഈ സത്യൻ സാർ ചെയ്യണമെന്താണെന്നറിയോ? അവിടെ വരുന്ന ഓരോരുത്തർക്കും എന്നെ പരിചയപ്പെടുത്തുക, എന്നിട്ട് എൻ്റെ ഈ സ്കിറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതൊന്ന് കാണും, ഇതാണ് വിനോദിനെ ഞാൻ വിളിക്കാനുള്ള കാരണം. ഇത് വിനോദിൻ്റെ സ്കിറ്റാണ്. ഞാൻ മറക്കൂല, കാരണം എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാക്കി തന്ന ഒരു സെറ്റാണത്. സാറിൻ്റെ മക്കളുമായിട്ടും സാറിൻ്റെ കുടുംബമായിട്ടൊക്കെ പിന്നെ വല്ലാത്തൊരു ആത്മബന്ധമായി. അതും ഭയങ്കര അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നാടകത്തിലൂടെ മിമിക്രിയിലേക്ക് വന്നു, പിന്നെ മിമിക്രിയിൽ നിന്ന് നേരെ സീരിയലിലേക്ക്. ചാനൽ അതിനിടയിൽ ഒരു റിയാലിറ്റി ഷോ ആണ് അല്ലേ? ബ്രേക്ക്. അതെ അതെ, ഈ അമൃത ടി വിയിലെ സൂപ്പർ ടാലൻറ്റ്. ഈ സൂപ്പർ ടാലൻറ്റിൽ ഞാൻ ഒറ്റയ്ക്കാണ് പെർഫോം ചെയ്തത്. എല്ലാവരും ഒറ്റയ്ക്കാണ്. അപ്പോൾ അത് വ്യത്യസ്ത മേഖലയാണ് ഓരോരുത്തർ. അപ്പോൾ ഞാൻ അഭിനയം, വേറൊരാൾ മാജിക് കാണിക്കുന്നു, വേറൊരാൾ വയലിൻ വായിക്കുന്നു. ഇപ്പോൾ നമ്മളെ തൈക്കുടം ബ്രിഡ്ജിലെ ഇയാളില്ലേ, സിദ്ധാർത്ഥാണെന്ന് വിന്നറായത്. സിദ്ധാർത്ഥ അന്ന് വയലിൻ വായിക്കണം, ഞാൻ അഭിനയിക്കണം. ഞങ്ങൾ 2 പേരാണ് ഫൈനലിൽ വന്നത്. അപ്പോൾ ഒരാൾക്ക് ഇതിനകത്ത് വിജയമുള്ളൂ. സൂപ്പർ ടാലൻറ്റ് ഒരാളേ ഉള്ളൂ, അത് അവനായി. കൂടുതൽ വോട്ട് കിട്ടിയത് സിദ്ധാർത്ഥനുണ്ട്. സിദ്ധാർത്ഥ് വിന്നറായി. പക്ഷേ അതിൽ വിധികർത്താക്കളായിരുന്ന മുകേഷ് ഏട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, വിനീത്, പിന്നെ സിദ്ദിഖേട്ടൻ, ഇവരൊക്കെ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വിനോദിന് സമ്മാനം കിട്ടാത്തതൊന്നും വിനോദ് നോക്കണ്ട, വിനോദിന് ഇഷ്ടംപോലെ അവസരങ്ങൾ വരും, വിനോദ് നല്ലൊരു നടനാണ്, അത്രയും കാര്യങ്ങൾ വിനോദ് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് പലരും കാണുന്നുണ്ടാവാം, വിനോദിന് അങ്ങനെ കുറേ അവസരങ്ങൾ വരും. കാരണം എൻ്റെ വൺ മാൻ ഷോ ആയിരുന്നു മൊത്തം അതിനകത്ത്. ഓരോ സാധനങ്ങളും ഇന്നും ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിനകത്ത് ചെയ്ത ഓരോ വൺ മാൻ ഷോയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം, എനിക്കൊരു ഐറ്റം ഞാൻ ചെയ്ത് ആ ഐറ്റത്തിൻ്റെ ദൈർഘ്യം ശരിക്കും 5 മിനിറ്റാണ്. 5 മിനിറ്റാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ച് മുകേഷ് ഏട്ടനും സിദ്ദിഖയും മണിയമ്പിള്ള രാജേട്ടനും സംസാരിച്ചത് 8 മിനിറ്റാണ്. ആ പ്രോഗ്രാമിനെ കുറിച്ച് അവർ സംസാരിച്ചത് അങ്ങനെ അത്ഭുതമായിരുന്നു എനിക്കന്ന് സത്യത്തിൽ. ആ പരിപാടിയാണ് ശരിക്കും എനിക്ക് കേരളം മുഴുവൻ കുറേ ആരാധകരുണ്ടാക്കാനും കുറേ സിനിമയിലേക്ക് അവസരം കിട്ടാനൊക്കെ വഴി ഉണ്ടായത്. അത് വലിയൊരു ഭാഗ്യമായി. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അംഗീകാരം കിട്ടിയൊരു പ്രോഗ്രാം സൂര്യ ടി വിയിലെ രസികരാജ നമ്പർ 1. അതിൽ ചെയ്തിരുന്നു. അതിൽ ഞാനും കോഴിക്കോടുള്ള എൻ്റെ ദേവരാജ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ട് ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ഈ അമൃത റിയാലിറ്റി ഷോയ്ക്ക് മുന്നാണോ? അല്ല, അതിന് ശേഷമാണ്. ഒരുപാട് സ്കിറ്റുകൾ. അപ്പോൾ അതിൽ ഈ ഒരു എപ്പിസോഡ് നടക്കുമ്പം ഒരു 5 ടീം സ്കിറ്റ് അവതരിപ്പിക്കും. എന്നിട്ട് അതിൽ മികച്ച കൊമേഡിയൻസിനെ തിരഞ്ഞെടുക്കും. അത് എപ്പോഴും ഞാനും ദേവരാജ് എത്രയോ തവണ ഞങ്ങൾക്ക് ആ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മികച്ച കൊമേഡിയന്മാർ വിനോദ് കൗർ ആൻഡ് ദേവരാജ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടെ കലാകാരന്മാരൊക്കെ ഈ ചാനലിൽ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പുറകിലായിരുന്നു. ശരിക്കും അത് വിനോദനെ കൂടിയാണ് അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം മുതലാണ് ഞാൻ കോഴിക്കോട്ടുകാരെ ശരിക്കും ചാനലിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെയും വലിയൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അതായത് രസികരാജ നമ്പർ 1 കുറേ പെർഫോം ചെയ്തു. അതിൻ്റെ ഷൂട്ടന്ന് ചെന്നൈയിലായിരുന്നു, AVM സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. AVM സ്റ്റുഡിയോയിലൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയത് ആ കാലത്ത്. ഇവിടുന്ന് ട്രെയിനിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കൊണ്ടുപോകും. അവിടെ ഒരു 5-6 ദിവസം ഷൂട്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചും കൊണ്ട് വിടും. അങ്ങനെയായിരുന്നു അന്ന്. അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ആളാണ് പിന്നീട് നമ്മുടെ സലീം കുമാറിനെ വെച്ചിട്ട് ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയായിരുന്നു സലീം അഹമ്മദ്. അദ്ദേഹം അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളൊക്കെ സ്ക്രീൻ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സ്കിറ്റ് കൊണ്ടുവന്നാൽ ഞങ്ങളെ മുന്നിൽ ചെയ്തു, വിനോദം അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് വേണ്ട സപ്പോർട്ടൊക്കെ തന്ന് സ്റ്റേജിലേക്ക് കയറ്റി വിടുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും വിനോദ് ചെയ്യുന്ന ഓരോ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ
മിമിക്രി അല്ല വിനോദ് ചെയ്യുന്ന പലതും. അതിലൊക്കെ ഒരു നാടകീയത കയറി വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും സാധനങ്ങൾ. അപ്പം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ സലീം അഹമ്മദ് സാർ എന്നെ വിളിക്കുകയാണ്, വിനോദ് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ആ സിനിമയിൽ വിനോദിനൊരു വേഷമുണ്ട്, ഞാൻ രസികരാജ് എന്ന് വിനോദിന് മാത്രമേ ഇതിനകത്തൊരു വേഷം തരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും എന്നോട് പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ വേഷമില്ല, കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളൊരു സിനിമയാണ്, പക്ഷേ അതിലൊരു ക്യാരക്ടർ ഞാൻ വിനോദിന് തരും. അങ്ങനെ ഞാൻ ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോകും. ഷൊർണൂർ കുറച്ച് ഉള്ളോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ്. ആ സിനിമയിൽ പോയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. ആ സിനിമയിൽ എനിക്ക് കോമ്പിനേഷൻ സീന് ഫസ്റ്റ് നെടുമുടി വേണുചേട്ടനായിട്ടാണ്. അപ്പം നെടുമുടി വേണുചേട്ടനായിട്ടാണ് കോമ്പിനേഷൻ എന്ന് തലേ ദിവസം രാത്രി സലീംക്ക പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ സലീംക്ക എന്നെ വേണുചേട്ടനെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തണേ. കാരണം ഞാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ എൻ്റെ റോൾ മോഡലായിട്ട് കണ്ടൊരു നടൻ വേണുചേട്ടനാണ്. വേണുചേട്ടനെ നേരത്തെ ഞാനും വേണുചേട്ടൻ തമ്മിൽ എന്തൊക്കെയോ സാമ്യതയുള്ള പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം കവിത പാടും, പാട്ട് പാടും, താളം വായിക്കും, തമാശ പറയും, മിമിക്രി. അദ്ദേഹം സീരിയസ് റോളും കോമഡീസ് എല്ലാം ചെയ്യും. അപ്പം ഞാൻ അപ്പുണ്ണി എന്ന് പറഞ്ഞ സിനിമ പണ്ട് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അപ്പുണ്ണി എന്ന് പറഞ്ഞ സിനിമ കണ്ട അന്ന് മുതൽ എനിക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരാളെപ്പോലെ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചത് വേണുചേട്ടനെ പോലെ ആവണം എന്നാണ്. കാരണം വേണുചേട്ടൻ്റെ ഭരതം, താളപട്ടത്തിലെ ആ ഡോക്ടർ, എത്ര കഥാപാത്രങ്ങളാണ് ആ മനുഷ്യൻ അവിസ്മരണീയമാക്കിയത്. പിന്നെ അദ്ദേഹം കാവാലത്തിൻ്റെ പാട്ടിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ആലായാത്തറ വേണം, അടുത്തൊരമ്പലം വേണം, ഈ പാട്ട് കറുകറെ, കറുകറെ കാർമുകിൽ, പിന്നെ 59 പെൺപക്ഷി, ഈ പാട്ടില്ലേ, എൻ്റെ കുട ഇങ്ങാടുത്തോ, എൻ്റെ വടി ഇങ്ങാടുത്തോ, ഞാൻ മന്ത്രവാസത്തിനങ്ങ് പോയി മാറട്ടെ, തറുതിത്തിന്നം തെയ്യന്നം തറുതിന്തിന്നം താരോ, തറുതിത്തിന്നം തെയ്യന്നം തറുതിന്തിന്നം താരോ. ആ കോവിലകത്തൊരു കോഴി, തന്തയില്ല കോഴി, ആ തന്തയില്ല കോഴിക്ക് രാവറയാൻ മേല, തറുതിത്തിന്നം തെയ്യന്നം തറുതിന്തിന്നം താരോ, തറുതിത്തിന്നം തെയ്യന്നം തറുതിന്തിന്നം താരോ. ആ കോവിലകത്തൊരു പട്ടി, തന്തയില്ല പട്ടി, ആ തന്തയില്ല പട്ടിക്ക് മൂപ്പറയാൻ മേല, തറുതിത്തിന്നം തെയ്യന്നം തറുതിന്തിന്നം താരോ. ഈ പാട്ടുകളൊക്കെ വേണുചേട്ടൻ പാടിയിട്ടാണ് ഞാനിതൊക്കെ കയറി പഠിക്കണത്. ഈ സിനിമയിൽ ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിന് അപ്പോൾ ഞാൻ സലീമിക്കയോട് പറഞ്ഞു, എനിക്ക് അത്ര ഇഷ്ടമുള്ള നടനാണ്, എന്നെ പരിചയപ്പെടാൻ. സലീമിക്ക പരിചയപ്പെടുത്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഫസ്റ്റ് സീന് ഞങ്ങളുടെ കൂടെ സീൻ എടുക്കാൻ തുടങ്ങുക. ഭയങ്കര ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തു ഒരിത്തിരി നേരം കൊണ്ട്. പിന്നെ അതിൽ ഞാനൊരു മീൻകാരനാണ്. MIT മ്യൂസിക് വരുന്നതിന് മുമ്പ് ഞാൻ മീൻകാരനായിട്ടുണ്ടായില്ലേ, MIT മീൻ വെക്കാൻ വേണ്ടി ഒരാൾ. അപ്പോൾ വേണുചേട്ടൻ എനിക്ക് അതിൻ്റെ സലീം സാർ ഉണ്ടായിട്ട് പോലും അദ്ദേഹം, വിനോദേ ഈ മീൻകാർ വരുമ്പോൾ അവർ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവർ മീനേന്ന് വിളിച്ച് പറയണത് വീടിൻ്റെ പുറകു വശത്തേക്ക് നോക്കിയിട്ടാണ്, മുൻവശത്തേക്ക് നോക്കില്ല. മുൻവശത്ത് ഭർത്താക്കന്മാരല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം അടുക്കളയിലുള്ള സ്ത്രീകളാണ്. ഒബ്സർവേഷൻ അത്. അപ്പോൾ വിനോദ് അങ്ങോട്ട് നോക്കിയിട്ട് മീനെ അങ്ങോട്ട് നോക്കിയിടണം പറയാൻ. അപ്പം ഞാൻ ഈ MIT കൊണ്ട് വരുന്ന സമയത്ത് അവിടെ കുറച്ച് ചളിയുണ്ട്. ആ ചളിയിൽ ഞാൻ സ്ലിപ്പാവുന്ന അയാൾക്ക് മനസ്സിലായി. അതേ, അത് വിനോദ് ആ വണ്ടിയും കൊണ്ട് വരുമ്പോൾ അവിടെ സ്ലിപ്പാവാൻ സാധ്യത, അവിടെ കുറച്ച് ചരൽ കൊണ്ടിടൂ, എന്നിട്ട് മതി ഷൂട്ട്. അപ്പോഴേക്ക് ആളുകൾ പോയി ചരലൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മളെങ്ങനെ കെയർ ചെയ്യുക. പിന്നെ ജീവിതത്തിൽ വിനോദനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒന്ന് MIT മൂസ, പിന്നെ മറിമായം. രണ്ടും തൂണുകളാണല്ലേ. അതും എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ കുറേ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ MIT മൂസ, മറിമായം ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട 2 പ്രോഗ്രാമായിരിക്കും. അത്രയും ഹിറ്റായിരുന്നു 2. മറിമായം ഒരു 10 വർഷമൊക്കെ ആയി. മറിമായം 15 വർഷമായിരുന്നു. 15 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. 2011 മറിമായം ഉണ്ടാകുന്നത്. മറിമായത്തിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഈ മറിമായത്തിലേക്ക് ഞാൻ വരാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ അമൃത TV പ്രോഗ്രാമാണ് സൂപ്പർ ടാലൻറ്റ്. അന്ന് സൂപ്പർ ടാലൻറ്റ് പ്രൊഡ്യൂസറായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരാൾ, അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്,
വിനോദെ ഞാൻ ഈ ചാനലിൽ നിന്ന് ഇറങ്ങും, മനോരമ പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, ഞാനവിടെ പുതിയൊരു പ്രോഗ്രാം ചെയ്യും, ഒരു സറ്റയർ പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് വിനോദിനെ വേണം. ഞാനത് ഓരോ ജില്ലയുടെ ഭാഷയും സംഗമിക്കുന്നൊരു പരിപാടിയാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ കോഴിക്കോടൻ ഭാഷയുടെ പ്രതിനിധി വിനോദാണ്. അന്ന് എനിക്ക് അവിടെ നിന്ന് വാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം സെലക്ട് ചെയ്യേണ്ടതും പിന്നെ എന്നോട് വേറെ ആരൊക്കെ നമുക്ക് വിളിക്കണം എന്നൊക്കെ ചോദിച്ച് ആ പരിപാടി രൂപപ്പെടുമ്പോൾ കൂടെ ഉണ്ടല്ലേ? കൂടെ ഉണ്ട് ഞാൻ. അന്ന് മനോരമയുടെ പണി നടക്കണുള്ളൂ അരൂർ. അപ്പോൾ കോഴിക്കോട് നമുക്ക് ആരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഞാൻ കോഴിക്കോട് എൻ്റെ സുഹൃത്തുക്കളുടെ പേരൊക്കെ പറഞ്ഞു, ദേവരാജ്, നിർമ്മൽ, അങ്ങനെ അവരൊക്കെയായിരുന്നു ഫസ്റ്റിൽ. കോഴിക്കോടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഫസ്റ്റിൽ മറുമായത്തിലെ സീനിൽ അഭിനയിച്ചത്. മണിയേട്ടനുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ ഇവരൊക്കെ ആയിരുന്നു. അന്ന് നിയാസ് ബക്കറൊന്നും എത്തിയിട്ടില്ല? ഇല്ല, നിയാസ് ബക്കറൊക്കെ പിന്നെയാണ് വരണത്. മറുമായത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനും മണികണ്ഠനും സ്നേഹയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥ് ശിവല്ലേ, ഇപ്പോൾ സിനിമയൊക്കെ സംവിധാനം ചെയ്യണം, സിദ്ധാർത്ഥ് ശിവ. ഞങ്ങൾ ഇത്ര പേരായിരുന്നു മറുമായത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ണിസാറിന് ഇവരുടെ ഒന്നും ഒരു ഇത് ഇഷ്ടമില്ല, എൻ്റെ കൂടെ വന്നവരുടെ ഒന്നും. അവരൊക്കെ മൂപ്പര് പറഞ്ഞു വിട്ടു. നമ്മുടെ മുസ്തഫ ഇല്ലേ, ഇപ്പോൾ സിനിമകളൊക്കെ സംവിധാനം, മുസ്തഫ ഉണ്ടായിരുന്നു മറുമായത്തിൻ്റെ ആരംഭത്തിൽ. അവരൊന്നും മൂപ്പര് പ്രത്യേക ടൈപ്പായി, അവരുടെ ഡയറക്ടർ എന്നുള്ള ഒരു പ്രത്യേക തരക്കാരനാണ്. അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിനോദേ അവരൊന്നും ശരിയാവില്ല വിനോദേ, അവരൊക്കെ നമുക്ക് പറഞ്ഞുവിടാം, നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കണം. അങ്ങനെ അവരൊക്കെ പറഞ്ഞു വിട്ടു, ഞാൻ മാത്രമായി. പിന്നെയാണ് രചന വരുന്നു, നിയാസ് വരുന്നു, പിന്നെ ബാക്കിയുള്ള താരങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോഴുള്ള സുഗതനും മന്മഥനും മണി ഷൊർണറും ഇവരൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പിന്നെയൊക്കെ വരുന്നത്. ശ്രീകുമാറും ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതാണ് മറുമായത്തിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ക്യാമറ വെക്കുന്നത് എൻ്റെ മുഖത്താണ്. സ്നേഹയുടെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് സീന് ചിത്രീകരിച്ചത്. സ്നേഹയും ഞാനും ഭാര്യയും ഭർത്താവായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചു തുടങ്ങിയത്. ഞാൻ മൊയ്തു എന്നുള്ള ക്യാരക്ടർ ആയിട്ട് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അതിപ്പോൾ 15 വർഷമായിട്ട് നിൽക്കണു. അത്ഭുതമല്ലേ? പറയാനുണ്ടോ? ചാനൽ ചരിത്രത്തിൽ അത്ഭുതമാണ് മറുമായം. മാത്രമല്ല ഇത് തുടർച്ചയായിട്ട് എന്ത് കണ്ടാലും നമുക്ക് ബോറടിക്കുമല്ലോ ശൈലിയൊക്കെ. പക്ഷെ ഇത് ബോറടിയില്ല. അതാണ് കാരണം അത് ഓരോന്നും അതിനനുസരിച്ച് വ്യത്യസ്തമാണ്. അതിപ്പോൾ ഈ ക്യാരക്ടറും മാറുന്നില്ലല്ലോ. എല്ലാ എപ്പിസോഡിലും സത്യശീലനും മൊയ്തുവും ശീതളനും കോയി മന്മഥനും പ്യാരിജാതനും മണ്ടോതിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. മറിമായം പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എം ഐ ടി മൂസ 3.5 വർഷമാണ് എം ഐ ടി മൂസ കളി. 350 എപ്പിസോഡ്. പക്ഷേ ഈ 350 എപ്പിസോഡ് ആയപ്പോഴേക്കും ലോകം മുഴുവനുള്ള മലയാളികളുടെ മനസ്സിൽ എനിക്കും സുരഭിക്കും വലിയൊരു സ്ഥാനമുണ്ടായി. അത്ഭുതമാണ്. ശരിക്കും അനുഭവിച്ചറിഞ്ഞു അല്ലേ? അയ്യോ, എവിടെ ചെന്നാലും മൂസക്കായി എന്നെ വിനോദയെന്ന് വിളിക്കുന്ന സമ്പ്രദായം ഇല്ലാതായി. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇന്നും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 4 പേരെങ്കിലും എന്നെ മൂസക്കായി എന്ന് വിളിക്കും. ഞാനും പറഞ്ഞു എങ്ങനെയാ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് വിനോദ് കോവർ, എന്നിട്ട് പിന്നെ പറഞ്ഞു മൂസക്കായാണ്. അങ്ങനെ പറയുമ്പോൾ ചില സ്കൂളുകൾ, ഇപ്പോൾ ചില ഇതിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഗതം പറയുമല്ലോ അധ്യാപകൻ. അപ്പോൾ സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ഇന്നിവിടെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മൂസക്കായിയാണ്. അവിടെയും വിനോദ് കോവൂരില്ല. അത് കേൾക്കുമ്പോഴേ കുട്ടികൾക്കും സന്തോഷമാണ്, കുട്ടികൾ കൈയടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രം ശരിക്കും കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോലെയാണ് ഞാനും സുരഭിയും. ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ സ്ഥാനം പിടിച്ചൊരു ക്യാരക്ടറായിരുന്നു. ഇനി അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് അറിയില്ല. കാരണം ഞാൻ പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്. പല സീരിയലിൽ അഭിനയിച്ച ആളുകളും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നായകന്മാരായിട്ട് അഭിനയിച്ച സീരിയൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു 3-4 മാസമൊക്കെ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ അതുകൊണ്ട് മറന്നു പോവുകയാണ്. ഇത് 8 വർഷമായിട്ടും ഇന്നും എം ഐ ടി മൂസ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ. അങ്ങനെ അനുഭവങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയാണല്ലേ? അതൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അനുഭവങ്ങളെല്ലാം കൂടി ഞാനൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. വിനോദയാത്ര എൻ്റെ യാത്രയാണ്. 30 വർഷത്തെ എൻ്റെ കലാജീവിതത്തിലെ യാത്രയാണ് ആ പുസ്തകത്തിലുടനീളമുള്ളത്. പുസ്തകം ഇപ്പോൾ നന്നായിട്ട് ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. കാരണം ഭയങ്കര മോട്ടിവേഷനാണ് പുസ്തകം. അതിന് കാരണം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. എൻ്റെ കലാനുഭവങ്ങൾ മാത്രമല്ല, മോട്ടിവേഷൻ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തൊക്കെ ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിന് മാതൃഭൂമി എനിക്ക് 5 ചടങ്ങുകൾ ഒരുക്കി. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ വെച്ചിട്ട് പ്രകാശനം നടന്നു. കോഴിക്കോട്, എറണാകുളം, വയനാട്, തിരുവനന്തപുരം, ഇവിടെയൊക്കെ പുസ്തകത്തിൻ്റെ ഓരോ പ്രകാശന കർമ്മങ്ങൾ നടന്നു. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് പുസ്തകം എത്തി. 5 മാസത്തിനുള്ളിൽ പുസ്തകം 3ാമത്തെ എഡിഷൻ അടിച്ചു. അടുത്തൊരു പ്രധാന ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത ഷോർട്ട് ഫിലിമുകൾക്കൊക്കെ ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് തന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്കാണ് ഞാൻ എൻ്റെ ഓരോ ഷോർട്ട് ഫിലിമും ചെയ്ത് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മമ്മൂക്ക അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയും. വാട്സപ്പ് വഴിയാണ് അയച്ചു കൊടുക്കുക?
വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടും ഞാൻ നേരിട്ട് മമ്മൂക്കയെ കൊണ്ടിട്ട് നമ്മളെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് വലിയ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മമ്മൂക്ക എന്നോട് പറഞ്ഞു, ഇനി നീ നിർത്തിക്കോ, ഇനി ഷോർട്ട് ഫിലിം ചെയ്യണ്ട, ഇനി സിനിമ ചെയ്യും, എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഇനി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റും, പറ്റായൊന്നുമില്ല. അപ്പോൾ ഒരു കഥ അങ്ങനെ മനസ്സിൽ വന്ന് കിടക്കുന്നുണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയവും സന്ദർഭവും നല്ലൊരു പ്രൊഡ്യൂസർക്ക് വന്നു കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ ഫിലിം ബൈ വിനോദ് കൗർ എന്നൊക്കെ വരുമായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല. സംവിധായകനാകുമ്പം ഒരുപാട് തലവേദന നമ്മൾ സഹിക്കണം. ഒരു പ്രസവം നടക്കുന്ന അവസ്ഥയാണ്, ഗർഭം ധരിക്കണം അന്ന് മുതൽ കുട്ടി പിറക്കണ നിമിഷം വരെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ സംവിധായകന് അനുഭവിക്കണം. പക്ഷെ ഒരു നടനെന്ന് പറയുമ്പം അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ അയാൾ പിന്നൊന്നും അറിയണ്ട. അപ്പോൾ എളുപ്പം അതാണ്. ഇപ്പോൾ പല സംവിധായകരും കണ്ടില്ലേ, നടന്മാരായിട്ട് മാറി തിളങ്ങുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ. പ്രതീക്ഷയുണ്ട്, ദൈവം സമ്മതിക്കുമായിരിക്കും. എന്തായാലും വിനോദേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് കൺക്ലൂഷൻ അവസാനിപ്പിക്കണം. മുഖക്കുരു ഉളയ്ക്കുന്ന കവിളിലെ കസ്തൂരി, നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുക്കും. മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി, നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുക്കും. അതരം കൊണ്ടതരത്തിൽ അമൃതു നിവേദിക്കും. അതരം കൊണ്ടതരത്തിൽ അമൃതു നിവേദിക്കും. അസുലഭ നിർവൃതി അറിഞ്ഞു ഞാൻ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോഴൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലീശ്വരൻ്റെ പൂവമ്പു കൊണ്ടു, മല്ലീശ്വരൻ്റെ പൂവമ്പു കൊണ്ടു. വളരെ സന്തോഷം. താങ്ക് യു. നന്ദി. വിനോദയാത്ര അത് തുടരട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.